അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെങ്ങും പൊഴിക്കണേ. വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെങ്ങും പൊഴിക്കണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു. ജീവിത വ്യഥകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു. നിൻപദാംബുജം നമിച്ചിടാ അൻപോടെ കൃപ ചൊരിയണേ. നിൻപദാംബുജം നമിച്ചിടാ അൻപോടെ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. ലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി
ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരി നാളങ്ങൾ തിളങ്ങി. അണയുക ജനമേ, വചനം കേൾക്കാൻ ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ, വചനം കേൾക്കാൻ ഒരു മനമായി ബലിയർപ്പിച്ചിടാം. നിൻ തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിൽ എന്നെ കഴുകേണമേ. നിൻ തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിൽ എന്നെ കഴുകേണമേ. നിൻ മരക്കുരിശിൻ ചാരയിൽ ഞാനും നിന്നിടം തേടിയണഞ്ഞിടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ അന്തോണീസിന്റെ സ്വർഗീയ മാധ്യസ്ഥ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ തിരുനാൾ ദിനത്തിൽ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിപരവും സമൂഹത്തിൻ്റേതുമായ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ സഹായത്താൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈ വിശുദ്ധൻ്റെ സ്വർഗീയ മാധ്യസ്ഥത്താൽ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളും ലോകം മുഴുവനും അനുഗ്രഹീതമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എങ്ങും അസ്വസ്ഥതയും അതോടൊപ്പം തന്നെ വലിയ വേദനകളുടെയും ദുഃഖങ്ങളുടെയും നിലവിളികൾ ഉയരുന്നുണ്ട്. അപ്പോഴെല്ലാം പിതാവായ ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ഈ കഷ്ടതകൾ എത്രയും പെട്ടെന്ന് നീക്കപ്പെടുവാൻ, ലോകം കൂടുതൽ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നു വരുവാൻ നാം ഓരോരുത്തരും ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. തോമസ് അപ്പോസ്തലൻ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവെ, അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന്. തൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ വിലാപമായി അതിനെ സ്വീകരിക്കാവുന്നതാണ്. കർത്താവെ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയുകയില്ല എന്നുള്ള ഒരു വിലാപം. അപ്പോൾ കർത്താവ് പ്രകാരമാണ് അവന് മറുപടി നൽകുക, ഞാനാണ് വഴിയും സത്യവും ജീവനും. പിതാവായ ദൈവത്തിൽ നിന്നും കടന്നു വന്ന പുത്രനായ ക്രിസ്തുവാണ് സകലത്തിൻ്റെയും വഴിയും ജീവനുമെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ.
വഴിയും സത്യവും ജീവനുമായ അതേ ദൈവത്തെ തന്നെയാണ് വിശുദ്ധ അന്തോണീസും പ്രകീർത്തിച്ചതും തൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചതും. വിശുദ്ധൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവൻ ആർക്കൊക്കെ അനുഗ്രഹമായി തീർന്നു അതിനൊക്കെ കാരണം ഈ ഒരു വചനത്തിൻ്റെ ശക്തി തന്നെയാണ്. പിതാവായ ദൈവത്തിൽ നിന്നും കടന്നു വന്ന് പുത്രനായ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവൻ മുന്നേറിയതിൻ്റെ ഫലമാണ് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിക്കുന്ന അവൻ്റെ സ്വർഗീയ മാധ്യസ്ഥ്യം. പ്രിയമുള്ളവരെ, വിശുദ്ധ അന്തോണീസിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമുക്കും വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പരിശ്രമിക്കാം. കാറ്റും കോളും പ്രക്ഷുബ്ധത നിറഞ്ഞ അവസരങ്ങളുമൊക്കെ ജീവിതത്തിലുണ്ടാകും. രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും അലയൊഴികൾ നമ്മുടെ ഓരോരുത്തരുടെയും ചുറ്റിലും ഉയരും. അപ്പോഴെല്ലാം ഈശോയിൽ ശരണം ഗമിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനെ പോലെ വഴിയും സത്യവും ജീവനുമായ നാഥനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ പരിശുദ്ധമായ ബലി അർപ്പിക്കുവാൻ നമ്മെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അയോഗ്യതകളുണ്ട്, പാപങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഈ പരിശുദ്ധമായ ബലിയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവേശ്വരൻ നമ്മിൽ കാരുണ്യം തൂകി പാപങ്ങൾക്കെല്ലാം മാപ്പേകി നിത്യമാം ജീവൻ പ്രാപിപ്പാൻ സന്തതം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനോ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവൻ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവൈകശക്തന ദൈവമേ,
നാഥനാമങ്ങയെ വാഴ്ത്തുന്നു ഏകാത്മജാതീവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ നാഥനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനി ഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനി ഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങോ മാത്രം പരിപാവനം അങ്ങോ താനേകനാഥനും അങ്ങോ മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാൾ ദിനത്തിൽ നമ്മുടെ എല്ലാ പ്രത്യേക ആവശ്യങ്ങളെയും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോണിയെ സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനുമായ അങ്ങേ ജനത്തിന് അങ്ങ് നൽകിയല്ലോ. അദ്ദേഹത്തിന്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രബോധനങ്ങൾ പിൻചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങേ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പൗലോസ് അന്ത്യോക്യയിലെ പിസീദിയയിലെത്തി അവിടുത്തെ സിനഗോഗിൽ വെച്ച് പറഞ്ഞു, സഹോദരരെ, അബ്രഹാത്തിൻ്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി. മരണശിക്ഷയ്ക്ക് അർഹിക്കുന്ന ഒരു കുറ്റവും അവനിൽ കാണാതിരുന്നിട്ടും അവനെ വധിക്കാൻ അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെയിറക്കി കല്ലറയിൽ സംസ്കരിച്ചു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അവനോടൊപ്പം ഗലീലിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക്
അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവൻ്റെ സാക്ഷികളാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്: പിതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായ നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ: നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുൾ ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു: നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പുദണ്ഡ് കൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു: വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പറഞ്ഞു: കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു: വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാഴ്ചകളേകാൻ അൾത്താരമുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ.
കാഴ്ചകളോടും മാമക ഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. കാഴ്ചകളേകാൻ അൾത്താര മുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടും മാമക ഹൃദയവും കർത്താവേ അങ്ങു സ്വീകരിക്കൂ. ആകുലമാകുമെൻ മാനസം നാഥ, അൾത്താര മുന്നിൽ ഞാനേകിടുന്നു. ആകുലമാകുമെൻ മാനസം നാഥ, അൾത്താര മുന്നിൽ ഞാനേകിടുന്നു. ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവനെന്നെയും സ്വീകരിക്കൂ. ഇടറുന്ന വഴികളിൽ അനുദിനം നീങ്ങുന്ന എളിയവനെന്നെയും സ്വീകരിക്കൂ. കാഴ്ചകളേകാൻ അൾത്താര മുൻപിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പൂ. കാഴ്ചകളോടും മാമക ഹൃദയം കർത്താവേ അങ്ങു സ്വീകരിക്കൂ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ഞങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ വിശുദ്ധ അന്തോണീസിന്റെ സ്മരണയ്ക്കായി അങ്ങേ അൾത്താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങൾ വഴി അദ്ദേഹത്തിന് മഹത്വം അങ്ങ് നൽകിയതുപോലെ ഞങ്ങൾക്ക് പാപമോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതു യുദ്ധവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമല വീതിയിൽ മാനുഷം പാപങ്ങളേന്തി മൃത്യു വരിച്ചനാഥ, താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മെയ്വിടും ഈ ജനം ആർത്തഭക്ത്യ കന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിടുന്നു.
എളിയവരതിൽ ഘോഷിക്കുന്നു. നിൻ വരവങ്ങനെ പ്രത്യാശയുടിവർ എന്നെന്നും ഈ മണ്ണിൽ പാർത്തിരിപ്പൂ. ആകയാലാമത് വായ്പോടെ വാഴുമ സ്വർഗീയ ഗായക മാലാഖമാ ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോട് ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരു ശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും
ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയിർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മിത്രാരോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ
രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വീണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാ ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്ന് ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖമാകുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാമേടുകളും കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാമേടുകളും മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരിലും സ്വർഗീയ വിരുന്ന് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിശ്വാസദാനം അതിന്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയും വെളിപ്പെടുത്തപ്പെട്ട രക്ഷാമാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം
രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച് സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെപ്പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിരേ. കൂപ്പുകൈക്കൊരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായ അനുഗ്രഹിക്കണേ. പാപലേശമേച്ചിടാതെ നിൻ പാദമാശ്രയിച്ചിടുന്നിവർ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നും നിന്റെ ആഗ്രഹത്തിനൊത്തപോ എൻ പ്രവർത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ തരുവരും. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിരേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിരേ. കൂപ്പുകൈക്കൊരുന്നുമായി നിൻ
കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വിലാപങ്ങൾ അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ പുണ്യയോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ ഈ തിരുസന്നിധിയിൽ ഈ കോവിഡ് കാലത്ത് ധാരാളം ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് രോഗബാധിതരായ അനേകം മക്കൾ കോവിഡ് പോസിറ്റീവാണോ എന്നുള്ള സംശയത്തിൽ കഴിയുന്നവർ രക്തത്തിൻ്റെ സാമ്പിളുകൾ ടെസ്റ്റിനായി കൊടുത്ത് റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ, അങ്ങനെയുള്ള ഓരോ മക്കളെയും ദൈവതൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായ വിധം അരിമ്പൂരിൽ നിന്നും ഡോക്ടർ തോമസ് എന്ന സഹോദരൻ പ്രത്യേകമായി വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുന്നു. വിശുദ്ധൻ്റെ പ്രത്യേക അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ മേലും പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടുന്ന എല്ലാ മക്കളുടെ മേലും സമൃദ്ധമായിട്ടുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ്റെ അഴുകാത്ത നാവിൻ്റെ തിരുശേഷിപ്പിനെ നമുക്ക് വണങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തീരാത്ത പ്രശ്നങ്ങളും തോരാത്ത കണ്ണീരുമൊക്കെ വിശുദ്ധൻ്റെ പാദാന്തികത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് പാടാം. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ എത്ര സ്തുതിഗീതം പാടി. ഓ ഭാഗ്യപൂർണമാം നാവേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. അഴുകാത്ത നാവേ, അനശ്വര നാവേ, അഭിഷേകവചനത്തിൻ നിറവേ. അനുഗ്രഹങ്ങളുടെ പ്രാർത്ഥന, നവനാൾ ജപങ്ങൾ. മഹാത്മാവായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിശ്ചയമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കുന്നുവല്ലോ. അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു.
ആശ്വാസം നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസ് ഹൃദയത്തോടും അങ്ങയോ ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാർത്ഥനാപൂർവം കരങ്ങൾ കൂപ്പാം. വിശ്വാസത്തോടെ ദൈവ തിരുസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടങ്ങൾ, രോഗാവസ്ഥകൾ, തകർച്ചകൾ, പ്രതിസന്ധികൾ, ഇല്ലായ്മകൾ, പോരായ്മകളെല്ലാം പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ പ്രത്യേക മാധ്യസ്ഥത്തിന് സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത എൻ്റെ പുണ്യവാനെ, പാതുവായിലെ വിശുദ്ധ അന്തോണീസേ, എനിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ, മാധ്യസ്ഥ്യം വഹിക്കണമേ എന്ന് മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം. ലഭിച്ചു തരണമേ എന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരന്റെയും തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധന്മാരുടെയും നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥ്യം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനോശരണത്തോടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ പരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിൽ ആയിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ എന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോണീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജി രശ്മിയേകിടും ക്രിസ്തുവിൻ
ക്രിസ്തുവിൻ്റെ പ്രേഷിതോത്തമ പൊൻപാദങ്ങളിന്നും ആശ്രയം പാവനാത്മാവായോരങ്ങുതൻ പ്രാർത്ഥന സഹായ ശക്തിയാ ശ്രേയസാനോ ഞങ്ങൾ വാഴുവാൻ പ്രീതനായി വരങ്ങൾ നൽകണേ വേദനിച്ചിടുന്ന ചേതസും നീരേടുന്ന നീർമീഴികളും ആശ വച്ചു കൂപ്പിടും നീതാ കാതണച്ചു കേൾക്കനായക പാതുവായി ആശയോടെ നിൻ പാദമാശ്രയിച്ചോരേഴകൾ ആശ തേടി നിന്നനുഗ്രഹ ആശീസേകുന്നു ഓവിധം അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യ രശ്മിയേകിടും ക്രിസ്തുവിൻ്റെ പ്രേഷിതോത്തമ പൊൻപാദങ്ങളിന്നും ആശ്രയം. കൃതജ്ഞതാ പ്രാർത്ഥന. അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്ന് അകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥന. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കലോടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനിടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ ആശീർവാദ പ്രാർത്ഥന ശിരസ് നമിക്കാം. വിശുദ്ധ കുരിശിന്റെ രക്ഷാകരമായ അടയാളത്താൽ സർവശക്തനായ ദൈവം പതിവായിൽ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ്യം യാചിക്കുന്ന എല്ലാ ദൈവമക്കളെയും മുദ്രിതരാക്കട്ടെ. അവരെല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കാവൽ മാലാഖമാരെ അയക്കട്ടെ. ഇവരെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളും രോഗപീഠകളും യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ വിട്ടുമാറി പോകട്ടെ. എല്ലാവിധ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളും നാരകീയ ശക്തികളുടെ കോട്ടകളും തകർന്നു പോകട്ടെ. ഈ ദൈവമക്കളുടെ ഭവനങ്ങളും ഭവനങ്ങളുടെ നാലതിരുകളും
വാഹനങ്ങളും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെടട്ടെ. വിവിധ ബിസിനസ് മേഖലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, തൊഴിൽ മേഖലകൾ സാമ്പത്തിക നേട്ടത്താൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കടലിൽ മത്സ്യബന്ധനത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സമൃദ്ധമായ മത്സ്യവിള ലഭിക്കട്ടെ. പാതുവായിൽ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ്യം യാചിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവം കരുണ കാണിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരാ തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ, പാതുവായിൽ അന്തോണീ, പാനീതിൽ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ, പാതുവായിൽ അന്തോണീ, പാനീതിൽ കൃപ ചൊരിയണേ. വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ, ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ, വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊഴിക്കണേ. വിണ്ണിലെ അനുഗ്രഹത്തെ മണ്ണിലെന്നും പൊഴിക്കണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ, പാതുവായിൽ അന്തോണീ, പാനീതിൽ കൃപ ചൊരിയണേ. ജീവിത വ്യതകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു. ജീവിത വ്യതകളാലേ ഭൂമിയിൽ വലഞ്ഞിടുന്നു. നിൻ പാദാംബുജം നമിച്ചിടാൻ അൻപോടെ കൃപ ചൊരിയണേ. നിൻ പാദാംബുജം നമിച്ചിടാൻ അൻപോടെ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ
പ്രസിദ്ധനാം വിശുദ്ധനെ മാധുവായിലെ അന്തോണി